ടീന ടിപ്സ് ആൻഡ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആണോ? സ്വാഗതമൊക്കെ പറഞ്ഞു. കൊള്ളാലോ. പഞ്ചസാര പഞ്ചസാരല്ലേ? ഉണ്ടോ? ഗ്ലാസ് പോലെ ഉണ്ടല്ലോ. എന്നാന്നറിയാമോ? എന്നാ അത് എഴുതിയിട്ടുണ്ട്, വായിച്ചോ. മഗ്നീഷ്യം. ഇതെന്നാന്നറിയോ? ഇത് സൾഫർ. ഇതെന്നാന്നറിയോ? ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ നീറ്റിയിട്ടില്ലായിരുന്നു, കക്ക നീറ്റിയില്ലേ? കക്ക നീറ്റിയ കുമ്മായം. ഇപ്പം മഴയല്ലേ, മഴയായതുകൊണ്ട് നമുക്ക് ഈ സാധനം എല്ലാം ഓരോ അളവുണ്ട്. 200 ലിറ്ററിൻ്റെ ബാരലിനകത്ത് നമ്മൾ ഇത് കംപ്ലീറ്റ് അതെല്ലാം കക്ക നീറ്റിയതാണ്. മിക്സ് ചെയ്ത് റെഡിയാക്കി ഇതുപോലെ സെറ്റാക്കും. കണ്ടോ? ഒരു ബാരലിന് 200 ലിറ്ററിൻ്റെ ഒരു ബാരലിന് നമ്മൾ ചേർക്കുന്നത് 2 കിലോ കുമ്മായം. 2 കിലോ കുമ്മായം, 1/2 കിലോ മഗ്നീഷ്യം, 300 ഗ്രാം സൾഫർ. അത്ര നമ്മൾ ചേർത്തിട്ട് മിക്സാക്കി ഇതുപോലെ റെഡിയാക്കും. ഇതിൻ്റെ ഗുണം ഇത് ഇപ്പോൾ നമ്മൾ മണ്ണെല്ലാം ക്ലിയർ ആയിട്ട് നല്ല റെഡിയാവും. നമ്മളിതിന് മുന്നേ വേര് മുഴുവനുള്ള മരുന്ന് കൊടുത്തായിരുന്നു. ഇനി ഇതുകൂടെ ചെല്ലുമ്പോൾ അതിപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഴയല്ലേ, അപ്പോൾ അഴുകൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ വരും ചെടിക്ക്. അപ്പം മണ്ണെല്ലാം ക്ലിയർ ആയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ അടുത്ത വളവും കൂടെ കൊടുക്കും. അപ്പം എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, താഴെ പോയി ഇതെല്ലാം ഒന്ന് നോക്കാം. തുടങ്ങിയിട്ടുണ്ട്. ഓരോ തരത്തും കിടക്കുന്ന ചക്കയായിട്ട് എടുക്കാൻ വാഴയൊന്നും ഒടിഞ്ഞിട്ടില്ല. വാഴ കൊലച്ചു കേട്ടോ, പുതിയ വാഴ. അതൊരെണ്ണം കൊലച്ചിട്ടുണ്ട്. മറ്റേ കൊല വെട്ടാറായോടെ? ഇല്ല, അതൊരു 1.5 മാസം കൂടെ എടുക്കും. അതെ, പോപ്പി നട്ട് വെച്ചാ. ഞാൻ ചോളം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. 1 2 3 4 വീട്ടിൽ കുറച്ച് ചോളം കുഴിച്ചിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയായി. നമ്മളോട് ആരോടും പറഞ്ഞില്ലല്ലോ. കുഴിച്ചിട്ടിട്ട് അതിപ്പോ മറ്റേ വിളഞ്ഞ് ഇങ്ങനെ തൈ പോലായി. കിളുത്തു വന്നല്ലേ? അതല്ലേലും അവന് അങ്ങനല്ലേ, ആരോടും പറയത്തില്ലല്ലോ. ഒരെണ്ണം ഉണ്ട്, അപ്പുറം ഒരെണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ആ 2 വിളഞ്ഞില്ല, ഒരു 1.5 മാസം കൂടെ എടുക്കും. ചക്ക വേണോ? ഇത് വേണം, ഇട്ടോണ്ട് പോവാം. വിളഞ്ഞാ അത് കന്നി കായ്ച്ച പ്ലാവാ. ഒരെണ്ണേ ഉള്ളൂ. അതിന്റെ പ്ലാവിലൊക്കെ പഴുത്തിട്ടുണ്ട്, അത് ഇട്ടോണ്ട് പോകാം. ഈ ചക്കയുടെ സീസൺ അങ്ങ് തീർന്നു കഴിയുമ്പോൾ പിന്നെ ചക്ക തീറ്റ അങ്ങ് നിൽക്കുമല്ലോ. ഞങ്ങൾ 12 മാസം ചക്ക ഉണ്ടാകുന്നുണ്ടല്ലോ. ഇത് കണ്ടോ, നമ്മൾ ഈ കാട് തെളിച്ചിട്ടേ എത്ര നാളായി? 1 മാസമായോ? 1 മാസമായെന്ന് തോന്നുന്നു. അമ്മയൊക്കെ കുത്തിയിരുന്ന് കാട് പറിച്ചു കളഞ്ഞാ ഇവിടെ. പക്ഷെ ഈ ഒരു തൊട്ടിയെ ഇത്രയും കാട് കയറിയിട്ടുള്ളത് ഇവിടെ വെയിലടി കൂടുതൽ ഏക്കുന്നോണ്ടാന്ന് തോന്നുന്നേ. അതെ, അതുകൊണ്ടാ. അതാ താഴെ മറ്റേ ആ മെഷീൻ അടിച്ചിടാൻ ഇത്ര ആയിട്ടില്ല, എന്നാലും ആയി കേട്ടോ. പക്ഷെ എന്നാലും ഇത്ര കാര്യമായിട്ട് ആകത്തില്ല അവിടെ. അതെ, എന്നാ നമുക്ക് താഴെ പോയിട്ട് നോക്കാം. കറണ്ട് പോയായിരുന്നു, ഇപ്പൊ കറണ്ട് പോയിട്ട് ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ട്. പോപ്പിക്ക് ഒരു ചെറിയ പണി തരാം കേട്ടോ. അവിടെ ഉണ്ട്, അങ്ങോട്ട് പോയാൽ കാണിച്ചു. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി സാധനം അടിഞ്ഞു പോകാതെ ഇളക്കണം. ഇതിൻ്റെ ഫുട്ബോളിനകത്ത് ഈ കുമ്മായം ചിലപ്പോൾ കയറും. ഫുട്ബോളിനകത്ത് കുമ്മായം കയറുവാണെങ്കിൽ ഫുട്ബോളും ഇടയ്ക്കിടയ്ക്കൊക്കെ തട്ടി വിടണം കേട്ടോ. ഇത് പിടിക്കുക, ഞാൻ നല്ലപോലെ ഇളക്കി വിട്ട്. അങ്ങനെയല്ല, ചുമ്മാ തുമ്പ അങ്ങ് വലിച്ചു പൊക്കിയാൽ മതി. അത് മതി. അപ്പോൾ നല്ലപോലെ ക്ലിയർ ആയില്ലേ? ഇനി അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും താന്നു പോകും. വീണ്ടും ഒന്നുകൂടെ ഇളക്കി വേണം കേട്ടോ. എന്തുവാ കായ എടുക്കാറായില്ല. ഇതെല്ലാം പുതിയ ശരവ. ഇത് നമ്മളിപ്പം ഈ ഏല നമ്മൾ വെച്ചിട്ട് 10 മാസം ആയിട്ടുള്ളൂ. 18 മാസം ആകുമ്പോഴാണ് ഏലം വിളവെടുക്കാറാകുന്നത്. ഇതെല്ലാം പുതിയ ശരവ. ഇതെല്ലാം ഇത് കണ്ടോ, ഇത്രയും കായല്ലേ? ഇതൊന്നും ആയിട്ടില്ല, കായൊന്നും വിളഞ്ഞില്ല. കായായി, പക്ഷെ ഇത് വിളഞ്ഞ് പഴുക്കണ്ടേ? പഴുക്കുന്ന കായാണ് നമ്മൾ
പറിക്കുന്നത്. ഇതിപ്പം ഒരു കൊത്തയിൽ കണ്ടോടാ 3 എണ്ണം വരെയല്ലേ ആയുള്ളൂ, 3 എണ്ണം 4 എണ്ണം വരെയൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ 4 എണ്ണം 5 കാ വരെയൊക്കെ ആയതുള്ളൂ. ഈ 5 കാ ആയെങ്കിൽ അത് ആദ്യത്തെ കാ പഴുത്തു വരും. അത് പഴുക്കുമ്പോഴത്തേക്കിനുമാണ് നമ്മൾ കായ എടുക്കാൻ തുടങ്ങുന്നത്. 8 മാസത്തിന് മുന്നേ ആയാലും 8 മാസത്തിന് മുന്നേ ആവത്തില്ല, അങ്ങനെ ആകുമല്ല. ഇതിപ്പം തൈച്ചെടി നമ്മൾ വെച്ചിട്ട് 8 മാസമല്ലേ ആയുള്ളൂ. 8 അല്ല 10 മാസമായി. ഈ 10 മാസത്തിനുള്ളിൽ ഇത്ര ആയതേ ഉള്ളൂ ചെടി. 18 മാസം വരെ ആവും. അതിപ്പോ പെട്ടെന്നാവൂതല്ലേ, ശരവായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ശരവാകുന്നുണ്ട്. പ്രാവശ്യം കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയല്ലേ. ഇനി 8 മാസത്തിനുള്ളിൽ ആയാലും പറിക്കാവോ? പിന്നെ ഈ ആയ കായല്ല ഇനി ഒരു 2 മാസം കൂടെ ഒക്കെ ആകുമ്പോഴത്തേനും പഴുക്കുമല്ലോ. പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് പറിക്കാം. നന്നായിട്ട് പണി ചെയ്ത് വളവും മരുന്നും ഒക്കെ ചെയ്താല് ഈ വർഷം തന്നെ നല്ല ആദായമാകാം. അച്ചമ്മച്ചിയില്ലേ പോയി? ഇവിടെ എവിടെയോ ഉണ്ട്. ഈ വെയിലാകുമ്പോൾ നമ്മൾ ഇതിന് ചുറ്റും ചപ്പെല്ലാം കൂട്ടും. ഈ മഴയാകുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ ഈ അകത്തുള്ള ഈ ഇലയെല്ലാം വാരിക്കളഞ്ഞ് ക്ലീൻ ആക്കണം, അല്ലെങ്കിൽ ഇത് അഴുകല് പിടിക്കും. അതിനാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ വേരൊക്കെ കണ്ടോ, ഇപ്പൊ നല്ല വേരടിച്ചിട്ടില്ലേ? വേരടിച്ചു. നല്ല ആ വേരുന്ന് കാണിച്ചത് കണ്ടോ, നോക്കി കണ്ടോ, പൊടി വേര് വരുന്ന കണ്ടോ, കണ്ടോ, നല്ല വെള്ള വേരാ വരുന്നത് കണ്ടോ. വേരുപുഴു എല്ലാം പോയി. വേരുപുഴുള്ള മരുന്ന് കൊടുത്തോണ്ട് വേരുപുഴു എല്ലാം പോയി. ഇനിയിപ്പോ കുമ്മായം എല്ലാം കൂടെ ചെല്ലുമ്പോ അഴുകൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറും. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് വളം ചെയ്യും. ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കിനും വളവിടാനുള്ളതാവും. ഇടയ്ക്ക് പിന്നെ പുഴുവൊക്കെ പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് മരുന്നടിച്ചു വിടും. കാടെല്ലാം പറിക്കണം. കാടെല്ലാം ഇനി ഒന്നുകൂടെ നല്ലപോലെ പറിച്ചു വിടണം. അതിന് ഈ ചെടി കയറി മൊത്തം അടയുന്നിടം വരെ കാട് കയറിക്കൊണ്ടിരിക്കും, പറിച്ചു വിടണം. ഇതേ ഈ ഇതുപോലത്തെ ഇതുണ്ടോ, ഇതിലൊന്നുമില്ല. ഈ കൊടി, ഈ മരത്തേക്ക് ഉണ്ടോ, ഒന്നുമില്ലല്ലോ, കൊടിയില്ലല്ലോ. ഇപ്പം ഈ മഴയായി, ഇനിയിപ്പം കൊടിത്തലയെല്ലാം എടുത്തിട്ട് ഇതുപോലുള്ള മരത്തേലെല്ലാം കൊടിയൊക്കെ ഇട്ട് വിടണം. കുഞ്ഞി വാക്കത്തിയായിട്ട് നടക്കുകയല്ലേ. നമ്മുടെ ബായി നനയ്ക്കുന്നുണ്ട് കണ്ടോ. ഒരു ചെടിക്ക് ഒരു 10 ലിറ്റർ വെച്ച് ഒഴിക്കണം. ഒരു ചെടിക്ക് 10 ലിറ്ററോ? ഒരു ചെടിക്ക് 10 ലിറ്ററേലും കൊടുക്കണം. അപ്പൊ ഒരു ചോട്ടിലും അടിയിലും എല്ലാം കൂടെ. ഇത് വെള്ളമാണോ? വെള്ളമല്ല, നമ്മളിപ്പോ മേളിൽ കുമ്മായം മഗ്നീഷ്യം സൾഫറും എല്ലാം കൂടെ കലക്കി വെച്ചില്ലേ 200ന്റെ ബാരലിനകത്ത്. അതപ്പോ 200 20 എണ്ണത്തിന് അടിക്കാനാ? 20 ചെടിക്ക് അടിക്കുമ്പോ 200 ലിറ്റർ തീരും. അപ്പൊ വീണ്ടും നിറയ്ക്കുവോ? വീണ്ടും നിറയ്ക്കും. അവിടെ 2 ബാരലില്ലേ, രണ്ടിനകത്ത് മാറി മാറി നിറച്ചോണ്ടിരിക്കും. ഒരുത്തനെ ഞാൻ അവിടെ ഇളക്കാൻ ഏൽപ്പിച്ചാ കണ്ടോ വന്നിരിക്കുന്നു. അപ്പൊ ഇളക്കാൻ ആള് വന്നോ? അവിടെ ആള് വന്നോ? ആണോ? വന്ന വഴിയെ കാന്താരിയെ പോയി കയറിയോ? പിന്നെ കാന്താരി പഴുത്ത് നിൽക്കുന്ന കളയാൻ പറ്റുമോ? കാന്താരി, ചക്ക, മാങ്ങ, ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ എവിടെന്നെങ്കിലും തപ്പി കണ്ടുപിടിക്കും. ആണോ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വേറെ കണ്ടുപിടിച്ചോ. കാന്താരി ഞങ്ങൾക്ക് വേണം. ഞങ്ങള് പറിക്കുമ്പോ ഞങ്ങളെ കുറ്റം പറയും. കുറ്റം പറയുന്നല്ല, ഇവിടെ നിന്ന് വെറുതെ പഴുത്ത് പോവല്ലേ ഉള്ളൂ. ഒന്നുമല്ല, ഇതിപ്പോ നമ്മള് പറിക്കുമല്ലേ. അരച്ച് തിന്നാലുണ്ടല്ലോ കൊളസ്ട്രോളിന് നല്ലതാ. ആണോ? കാന്താരി നല്ലതാ കൊളസ്ട്രോളിന്. ഇതുകൊണ്ട് അങ്ങനെ കാന്താരി 10 മുട്ടയും വെച്ച് ഡെയിലി കഴിക്കും. കൊളസ്ട്രോൾ കൂടും. കൺട്രോൾ ചെയ്യാനായിട്ട് കാന്താരി കഴിക്കാം. കാന്താരി അങ്ങനെ കഴിക്കുന്ന സാധനമല്ല. കുഞ്ഞിന്റെ പോക്കറ്റ് ഇടാം. പോക്കറ്റിലിട്ടോടെ വേണ്ട. ഇതെന്താ ഇതിനകത്ത് ഇങ്ങനെ വാരി ഇടുകയും നമ്മള് കലക്കി ഒഴിക്കുകയും ചെയ്യുന്നത്? നമ്മള് കലക്കി ഒഴിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കലക്കി ഒഴിക്കുകയാണെങ്കിൽ ഇതിന് ചിലവ് കുറവാണ്. ഇത് വാരി ഇടുവാണെങ്കിൽ ഒത്തിരി സാധനം വേണം. അപ്പൊ ഇതിപ്പോ മഗ്നീഷ്യം സൾഫർ കുമ്മായം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇവര് വാരി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മൊത്തം വാരി ഇടണമെങ്കിൽ ഒത്തിരി സാധനം വേണം. നമുക്ക് അത്രയും ചിലവാകത്തില്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് കലക്കി ഒഴിക്കുന്നതുകൊണ്ട് 1 ലിറ്റർ 200 ലിറ്ററിന് നമുക്ക് 2 കിലോ കുമ്മായം മതി. അതൊരു 200 ലിറ്റർ നമുക്ക് 20 ചെടിക്ക് ഒഴിക്കാനുള്ളൂ. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെയ്യും, മണ്ണിനകത്തോട്ട് ഇറങ്ങി കിട്ടും. ഇതിനിപ്പോൾ നല്ല മഴ വന്നാലേ ഇത് അലുത്തിറങ്ങത്തുള്ളൂ. തന്നെയല്ല, നമ്മുടേത് തൈച്ചെടി ആയതുകൊണ്ട് നമുക്ക് അത്ര അതിന്റെ അളവിന്റെ ആവശ്യമുള്ളൂ. ഇത് കായുള്ള ചെടി ആയതുകൊണ്ട് ഇതിൽ ഇത്രയും വേണം. ഞാൻ ഓർത്തേ ഇതിങ്ങനെ കായ്ച്ചു കിടക്കുന്നതുകൊണ്ടാണ് ഇത് പൊടിയായിട്ട് വാരി ഇടുന്നത്. ഇവിടുത്തെ ഇല എല്ലാം പറിച്ചു കളഞ്ഞു. അതെല്ലാം നമ്മൾ പറിച്ച് തൈ വിൽക്കാനായിട്ട് അത് കൊടുത്തു. ഇവിടെ എല്ലാം ഇതെന്നെ കൊള്ളുകല്ലാത്താണോ ഈ കൂട്ടിയിട്ടേക്കുന്നത്? അത് മോശം ചെടികളെല്ലാം അവിടെ മാറ്റിയിട്ട് ഇനിയിപ്പം മഴയൊന്ന് മാറിയിട്ട് വേണം ഇവിടെ എല്ലാം ഹോം സ്റ്റേയുടെ പരിപാടി എല്ലാം ചെയ്യാനായിട്ട്. ഇത് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? അവിടെ
ആ അവിടെ ഉണ്ടോ? അന്നേരം ഈ കൊടിയെല്ലാം വെട്ടണ്ടേ? ആഹാ, അന്നേരമേ ഈ കൊടിയെല്ലാം കളയണ്ടേ? ഇല്ല, മരങ്ങളൊന്നും അധികം കളയാതെ വേണം എല്ലാം സെറ്റ് ചെയ്യാൻ. എന്നാണേലും കുറെ മരം പോവും. താമസിക്കത്തില്ലേ? പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ താമസം കൊടുക്കും. ഇത് പണി കഴിഞ്ഞ് പിന്നെ അവരെയൊക്കെ വിളിക്കാം. തീരട്ടെ ആദ്യം ഇതെന്നാടാ, ഇതിലെ റോഡ് വെട്ടാനാണ്? അതിലെ റോഡ് വരും. ആണോ? കുഞ്ഞി ആ പാള ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് മോനെ. പാള കൊണ്ട് കാര്യമുണ്ട് കേട്ടോ. ചെല്ല്. നിന്നെ കുളിപ്പിക്കാനാടാ. അയ്യോ, അവനോർത്ത് അവനെ ഞാൻ പാളയെ വെച്ച് വലിക്കാനാന്ന്. എനിക്ക് പാളയ്ക്ക് ആവശ്യമുണ്ട്. മുള്ളാത്തയുടെ കായാണ് ഈ നിക്കുന്നത്. മുള്ളാത്ത മരം. പറിച്ചാ തിന്നാ പോകുന്നത്. ഇത് പഴുത്തില്ലെന്ന് തോന്നുന്നു, പച്ചയാ. ഇഷ്ടംപോലെ പാഷൻ ഫ്രൂട്ട്. മണ്ടേല് നല്ല പഴുത്തതുണ്ട്. പാഷൻ ഫ്രൂട്ടേ ആ, ചോട്ടിലും കിടക്കുന്നു. എടുത്തു. അത് പഴുത്താണോ? അത് പഴവാ. മണ്ടേല് പഴമുണ്ട്, മണ്ടേ നിപ്പുണ്ടേ. ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പറിക്കണം. കുളം കണ്ടോ? ഇവിടെ കുളമെല്ലാം നിറഞ്ഞു കിടക്കുക. വെള്ളം കണ്ടോ? പാറക്കുളത്തിനകത്തേ ഇഷ്ടം പോലെ വെള്ളമുണ്ട് പാറക്കുളത്തിനകത്ത്. അതെ. ഇത് നമ്മുടെ നാടൻ തെങ്ങിന്റെ തയ്യാ. ആ, ഇത് നടണ്ടേ? എല്ലാം ചാക്കിനകത്തെടുത്ത് വെച്ചേക്കുന്നത്. മീനുണ്ട്, മീൻ. അതെ, ദേ മീൻ പോകുന്നു. പാഷൻ ഫ്രൂട്ട് വീണതെല്ലാം മീൻ കണ്ടോ? കൊട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? ആ കുളത്തിനകത്തോട്ടോ ഒത്തിരി വീണിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട്. ഇതൊക്കെ തിന്നുമല്ലേ അവര്? പിന്നെ ഇതുണ്ടോ? കണ്ടോ മീന്? ഇത് മറ്റേ മുഷിയാന്ന് തോന്നുന്നല്ലേ? അതിനകത്ത് കിടന്ന് കൊത്തു കൂടുന്നതാണ്. സിലോപ്പിയാണോ? അച്ഛേ, ഇതേ ജാതിക്ക. സിലോപ്പിയ. അച്ഛേ, ആ ഇതേ നിറച്ച് ജാതിക്ക. ഇതുണ്ടോ പോപ്പി? വലുതിനെ കണ്ടോ നീ? ഇത് കണ്ടോ? ഇത് ഈ സൈഡില് ഇത് കണ്ടോ അമ്മേ? ആ, ഇത് കണ്ടോ? ഇത് ചെറിയ മരവാ, പക്ഷെ ഇതേ നിറച്ച് ജാതിക്കായ. എന്നാന്നറിയാവോ? മൂന്നാം വർഷം കായ്ക്കുന്ന ജാതി. ഇത് ഇപ്പൊ 2-3 വർഷം ആയതാ വെച്ചിട്ട്. പക്ഷെ ചെറുത്, പക്ഷെ കൊറേ കായുണ്ട്. കായുണ്ട്. എനിക്കിഷ്ടമായി ഇത് ഉപ്പ് കൂട്ടി തിന്നെ. ജാതിക്കായുടെ തൊണ്ടില്ലേ, അച്ചാറിടാനും നല്ലതാ. ആ, തിരിച്ചു പോകുമ്പോഴേ അത് കൂട്ടി 2 ജാതിക്ക പറിക്കണം, എനിക്ക് ഉപ്പും കൂട്ടി തിന്നാനാ. ഇത് കണ്ടോ? കമ്പിളി നാരങ്ങ കിടക്കുന്നുണ്ടോ? അത് പറിച്ച് തിന്നത്തില്ലേ? പഴുത്തില്ല അത്. പച്ച തിന്നത്തില്ലേ? ഇല്ല, പറിക്കല്ലേ, പഴുക്കട്ടെ. മഞ്ഞ കളറാ, മഞ്ഞ കളറാവും പഴുക്കുമ്പോ. ഇതിന്റെ ഇലയൊന്ന് മണത്ത് നോക്കിയേ. എന്നാ മണം നോക്കിയേ. സൂപ്പർ മണമല്ലേ? മീനെ കണ്ടോ ഇതിനകത്ത്? ആ, ഇപ്പൊ ഒരെണ്ണം അവിടെ പൊങ്ങി വന്നായിരുന്നേ. വലിയ മീനോ? ആ, ദേ പോന്നു. കണ്ടോ മീനെ? ഇത് വരാലിന്റെ കുഞ്ഞുങ്ങൾ കണ്ടോ? ഇഷ്ടം പോലെ. ഇത് കണ്ടോ? വരാലും കുഞ്ഞു കണ്ടോ? ഇഷ്ടം പോലെ വരാലും കുഞ്ഞുണ്ട് കണ്ടോ? വേറെ കളറ്. ആ, കുഞ്ഞുങ്ങൾ ചുമല കളറാണ് കണ്ടോ? അതിന്റെ അമ്മ വരാൽ ഈ ഭാഗത്ത് എവിടെയോ നിപ്പുണ്ട്. ഇഷ്ടം പോലുണ്ട്. അതുകൊണ്ട് ഇതിനകത്തുണ്ട്. പിന്നെ അല്ല, വരാലൊക്കെ പെട്ടെന്ന് വളരും. ഇത് വിദഗ്ധമായിട്ട് വാഴച്ചുണ്ടൊടിക്കാൻ ഞാൻ വാഴച്ചുണ്ടൊടിക്കാൻ വന്നതാ. 2 തേനീച്ച അതാ ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല, ഓടിച്ചോ. കുത്ത് കിട്ടുവോ? ഒരെണ്ണം പോരെ? ഒരെണ്ണം മതി, പക്ഷെ എനിക്ക് കുത്ത് കിട്ടുവോ? ഓ ഇല്ല, കിട്ടിയാ വാങ്ങിച്ചോണം. തേനുണ്ട് അതല്ലേ? തേനുണ്ട്, നല്ല ചുണ്ടാ അല്ലേ? നല്ല ചുണ്ട്. ഒരെണ്ണം മതിയല്ലോ, 2-3 നിപ്പുണ്ട്. അമ്മ അതിലെ കയറി വരുന്നത് നോക്കി വരണേ. അതിലേക്ക് കയറിക്കോ, കുഴപ്പമില്ല. എന്നാ സൗണ്ടിലാ അവന്മാര് ചാടുന്നേ? ആ, അപ്പൊ പിന്നെ വന്നല്ലേ? ആ, നമ്മള് മാറിയപ്പോ. ഇങ്ങേ എന്നാ പണിയാ? ആണോ? ഇതിനകത്ത് ഈ പ്രാവശ്യം വേനക്കൊന്നും വാരിയൊന്നും ഇല്ലല്ലോ. ഒന്നും വാരി മാറ്റിയില്ല. ആ കിടന്ന പടി കിടക്കുമല്ലേ. എല്ലാം വാരി മാറ്റുവാണെങ്കിൽ ഇച്ചിരൂടെ സ്റ്റോറേജ് ആവും. വെള്ളം മൊത്തം ചെളിയല്ലായിരുന്നു. ചെളി അടിഞ്ഞു. മണലായിരിക്കും അല്ലേ? വെള്ളമായി ഇഷ്ടം പോലെ, മഴയായതുകൊണ്ട്. മണലായിരിക്കും. അടി ചെളിയാണ് മൊത്തം. മണലും ചെളി എല്ലാം ഉണ്ട്. ഇത്തിരി ആഴമുണ്ടോ? ഓ ഇല്ല, ഇവിടെ കുറച്ച് ശകലം കൂടെ ഉള്ളു. ചെളി ആയതുകൊണ്ടേ. പുല്ല് ഇവിടെ നോക്കിയാ നല്ല പുല്ല്. ഇതന്നെ ഡാമിൽ ചാടാനിരിക്കുകയാണോ? നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ആണോ? നല്ല ചെറിയ കാറ്റും. ആ, ഇന്നാ ഒരു മാസം കൂടിയിട്ട് ഇന്നാ ഒന്ന് തെളിഞ്ഞു കിട്ടിയത്. എന്നാലും പെയ്ത മഴയ്ക്ക് നല്ല വെള്ളമായിട്ടുണ്ടല്ലോ. ആ, വെള്ളമുണ്ട്. ചെരുപ്പ് ഒഴുകി പോയില്ലേ?
ചൂടുവെള്ളമാണോ? കാലൊക്കെ നല്ലപോലെ റെഡിയാകാൻ മേലായിരുന്നു. വാഴച്ചുണ്ടേ, വാഴച്ചുണ്ട് വേറെ നിപ്പുണ്ട്, 3-4 ഓടിക്കാൻ നിപ്പുണ്ട്. വേണോ? ആദ്യം ഒടിച്ചത് കൊണ്ടക്കറി വെക്കാം, ആ എന്നിട്ട് അടുത്ത ആഴ്ച ഒരെണ്ണം ഓടിക്കാം. ആഴ്ച ഒരു ദിവസം ഒരു ചുണ്ട് വെച്ച് വെക്കാം. ഒരു ദിവസം ഒരു വാഴച്ചുണ്ട് അല്ലേ? അത് മതി. ആ ആ ആ എന്നും ചുണ്ട് വെച്ച് കൊടുത്താലേ അതെ 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 ശരിയാവുമല്ലോ, ഓടിക്കും. പക്ഷെ പഴമെല്ലാം അപ്പുറത്തെ സൈഡിലാട്ടോ. അവിടെയൊന്നും കൊണ്ട് പറിക്കാൻ പറ്റത്തില്ല. അതെല്ലാം മീനിന് തിന്നാനേ കിട്ടുള്ളൂ. അതെല്ലാം അങ്ങേപ്പുറത്തോട്ട്, അതായത് മൊത്തം കുളത്തിന്റെ സൈഡിലാണ്. ആ മതി. കുളത്തിന്റെ സൈഡിൽ നിൽക്കുന്ന മൊത്തം പഴവാ. ഓ വേണ്ട. പിന്നെ ആ പള്ളക്കകത്ത് പോയാലേ അതിനകത്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതേലല്ല, അപ്പുറത്തെ മരത്തേല. മഴ വരുന്നുണ്ട് വെച്ചാൽ ഇറങ്ങാം. അപ്പൊ ശനിയാഴ്ചയൊക്കെ ആയിട്ട് ഇന്ന് നല്ല തെളിവൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് ചിക്കിടാമിക്കാലം കഴുകി വളമൊക്കെ ഒഴിക്കാൻ വന്ന് അത് പണിക്കാർ വളമൊക്കെ ഒഴിച്ചോളും. അപ്പൊ നമുക്ക് എന്തായാലും തിരിച്ചു വെക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.